ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ നേവി പുതിയ അഗ്നിവീർ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം SSR 02-2024 ബാച്ചിലേക്കായിരിക്കും പുതിയ അഗ്നിവീർ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് +2 ആണ് പറയുന്നത്. മാത്സ്, ഫിസിക്സ് 50% മാർക്ക് വാങ്ങിച്ച് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിങ്, അതുപോലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയതിൽ 50% മാർക്ക് കൂടെ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ വൊക്കേഷണൽസ് പഠിച്ചവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് 50% മാർക്ക് കൂടെ പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് നവംബർ 1, 2003 അതുപോലെ തന്നെ ഏപ്രിൽ 30, 2007 മധ്യേ ജനിച്ചവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപേക്ഷകർ വിവാഹിതരാകാൻ പാടുള്ളതല്ല. സ്ത്രീക്കും പുരുഷനും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഡ്യൂറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 വർഷത്തേക്കായിരിക്കും നമ്മുടെ ഇതിൻ്റെ ട്രെയിനിങ് പീരീഡ്, നമ്മുടെ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാലറി പറയുന്നുണ്ട്, ഓരോ മാസത്തെ സാലറി പറയുന്നുണ്ട്, ഓരോ വർഷത്തെ സാലറി പറയുന്നുണ്ട്. അപ്പോൾ ആ മെയിൻ സാലറിയിൽ നമുക്ക് ഇത്ര ശതമാനം കട്ടിങ് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് തന്നുവിടുന്നതായിരിക്കും. അപ്പോൾ വിശദമായ വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൻ്റെയും അതുപോലെ റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ കാര്യങ്ങളും ഒക്കെ, കണ്ണിൻ്റെയും മറ്റ് ഫിസിക്കൽ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ മെയിനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അപേക്ഷാ ഫീസ് 550 രൂപയായിരിക്കും. 550 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് അപ്ലൈ ചെയ്യുന്നതിന്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയായിരിക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് തുടങ്ങുന്നത് മെയ് 13 മുതൽ മെയ് 27 വരെ ആയിരിക്കും. അപ്പോൾ വിശദമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 27 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അതുപോലെ തന്നെ നേവിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നേവിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.